പ്രേമമ്മ തുടങ്ങിയപ്പോ ഓക്കെ തുടങ്ങട്ടെ. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരഭൂജിതേ ശംഖുചക്രഗദാഹസ്തേ മഹാലക്ഷ്മീ നമോസ്തുതേ. നമസ്തേ ഗരുഡാരൂഢേ കോലാസുരഭയങ്കരി സർവപാപഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. മതിയല്ലോ. ഓക്കെ. പെട്ടെന്ന് പറയുമ്പോ ഒന്നും കിട്ടുന്നില്ല. തീർച്ചയായിട്ടും പ്രചോദനയും കേരള കൗൺസിലേഴ്സ് ഫോറവും ഒത്തുചേർന്ന് നമ്മൾ 3ാമത്തെ വർഷമാണ് മെന്റൽ ഹെൽത്ത് വെബിനാർ സീരീസ് ആയിട്ട് നമ്മൾ നടത്തുന്നത്. 2022 മേക്ക് മെന്റൽ ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ഫോർ ഓൾ എ ഗ്ലോബൽ പ്രയോറിറ്റി എന്നതായിരുന്നു തീം. ഫിസിക്കലും സ്പിരിച്വലും ഇമോഷണലും ഇന്റലക്ച്വലും ഡയറ്റും എല്ലാം നമ്മൾ ഒരു 10 ദിവസത്തേക്ക് ഉറക്കം വരെ ഡിസ്കസ് ചെയ്താണ് നമ്മള് 2022 വെബിനാർ സീരീസ് ആഘോഷമാക്കിയത്. 2023 മെന്റൽ ഹെൽത്ത് ഇസ് എ യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്. ബാല്യം മുതൽ വാർദ്ധക്യം വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 10 ദിവസം 19 സ്പീക്കേഴ്സ് ആയിരുന്നു നമ്മളെ എൻട്രി ചെയ്തത്. വയോജനത്തിൽ 2023 നമ്മൾ അവസാനിപ്പിച്ചെങ്കിൽ ഇന്ന് 2024 നമ്മൾ പുനരാരംഭിക്കുന്നതും ഒരു വയോജന ദിനത്തിലാണ്. ഇന്ന് ഒക്ടോബർ 1 വേൾഡ് ഓൾഡ് ഏജ് ഡേയും കൂടിയാണ്. ഇന്നേ ദിവസം 2024 തീം എന്ന് പറയുന്നത് ഇറ്റ്സ് ടൈം ടു പ്രയോറിറ്റൈസ് മെന്റൽ ഹെൽത്ത് ഇൻ വർക്ക് സ്പേസ് ആണ്. ഇവിടെ 2020 WHO നടത്തിയ ഒരു പഠനത്തില് 10ൽ 7 പേർക്ക് വർക്ക് സ്ട്രെസ് ഉണ്ട് എന്നുള്ള ഒരു കണ്ടുപിടുത്തം നടത്തി. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ചുറ്റിലും നോക്കുമ്പോ ബിസി ബീയിങ് ബിസി എന്നൊരവസ്ഥയിൽ നിന്ന് എങ്ങനെ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യാം, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് വേൾഡ് ഫെഡറേഷൻ ഓഫ് മെന്റൽ ഹെൽത്ത് ഈ വർഷം ഈ ഒരു തീം ചൂസ് ചെയ്തിരിക്കുന്നത്. അത് അവരുടെ ഫൗണ്ടിങ് പ്രിൻസിപ്പിളുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്നതാണ്. 1948 ഈ ഒരു ഓർഗനൈസേഷൻ രൂപം എടുക്കുമ്പോ ലോകത്തിലെ എല്ലാ ജനങ്ങളിലെയും മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക, അവരുടെ മെന്റൽ ഹെൽത്ത് ഇമോഷണൽ ഡിസോർഡേഴ്സും പ്രിവെന്റ് ചെയ്യുക, പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടുക ആൻഡ് പ്രൊമോട്ടിങ് മെന്റൽ ഹെൽത്ത്. ഇതിനോട് വളരെ ചേർന്ന് നിൽക്കുന്നതാണ് ഈ വർഷത്തെ തീം, പ്രയോറിറ്റൈസിങ് മെന്റൽ ഹെൽത്ത്. അത് ഒരു 3P ആയിട്ടാണ് പറയുന്നത്. വി നീഡ് ടു പ്രയോറിറ്റൈസ്, വി നീഡ് ടു പ്രൊട്ടക്ട് ആൻഡ് വി നീഡ് ടു പ്രൊമോട്ട്. അപ്പൊ ഈ 3 Pകളിലാണ് ഈ വർഷം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. പ്രയോറിറ്റൈസ്, പ്രൊട്ടക്ട് ആൻഡ് പ്രൊമോട്ട്. ആദ്യത്തെ 2 ദിവസം നമ്മൾ പ്രയോറിറ്റൈസിങ്ങിന്റെ ഇമ്പോർട്ടൻസ് പറയും, പിന്നത്തെ 2 ദിവസം പ്രൊട്ടക്ഷനും പ്രൊമോഷനുമാണ്. ഇതിന് ഒരു ഡയറക്ഷൻ, ഒരു സ്റ്റിമുലസ് ആവാൻ പ്രചോദനയും സപ്പോർട്ട് ആവാൻ കേരള കൗൺസിലേഴ്സ് ഫോറും ഉണ്ട്. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇസ് ഇൻവെസ്റ്റിംഗ് ഓൺ അവർ സെൽഫ്. നമ്മുടെ ഒരു ബെറ്റർ വേർഷൻ ആകാനായിട്ട് ഈ 6 ദിവസത്തെ 6 മണിക്കൂർ നേരത്തെ സ്റ്റിമുലസ്, അവയർനെസ് നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കി നമ്മുടെ മെന്റൽ ഹെൽത്ത് പ്രയോറിറ്റൈസ് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും സാധിക്കട്ടെ എന്നുള്ളതാണ് കേരള കൗൺസിലേഴ്സ് ഫോറത്തിന്റെയും പ്രചോദനയുടെയും ഉദ്ദേശം. ഇതിലേക്കായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള നിങ്ങളെ ഓരോരുത്തരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സ്പീക്കർ റെവറൻഡ് ഡോക്ടർ വർഗീസ് പുതുശ്ശേരി. പുതുശ്ശേരി അച്ഛൻ നമ്മുടെ കൂടെ 3 വർഷവും സ്പീക്കറായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. KCFന്റെ ഫൗണ്ടർ പ്രസിഡന്റും സാന്ത്വന, ഒരുപാട് പേർക്ക് സാന്ത്വനം നൽകുന്ന സാന്ത്വനയുടെ ഡയറക്ടറും കൂടിയാണ്. അച്ഛനെ സന്തോഷപൂർവ്വം പ്രത്യേകം ഈ ഒരു വെബിനാർ സീരീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. ആൻഡ് പ്രചോദനയ്ക്കും KCFനും ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും ആലിസ് ഇൻ വണ്ടർലാൻഡ് ആലിസിന് ഒരുപാട് സന്തോഷത്തോടെ മാഡത്തിന് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഏതൊരു പ്രോഗ്രാമും സക്സസ്ഫുൾ ആവുന്നതും ഫ്രൂട്ട്ഫുൾ ആകുന്നതും അതില് വരുന്ന പാർട്ടിസിപ്പൻസ് ആണ്.
തിരക്കേറിയ ജീവിതത്തിന്റെ ഇടയിൽ നമ്മളിലേക്ക് ഒരു എനർജി, ഒരു അവയർനെസ് ഇംപ്രൂവ് ചെയ്യാൻ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും ഈ ഒരു വെബിനാർ സീരീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Now I invite Alice ma'am to officially introduce our speaker of the day. Alice ma'am, over to you. Thank you, Usha. Good evening, everyone. It is my pleasure to welcome you all for today's webinar on mental health. That's an issue that impacts us all, both personally and professionally. We are fortunate to have with us today Reverend Dr. Father Varghese Puducherry, a renowned expert in this field, who has dedicated his life to promote mental health well-being, to inaugurate the 6 days webinar series. അച്ഛനെ അറിയാത്തവരൊന്നും ആരും ഈ ഗ്രൂപ്പിലില്ല, എന്നാലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് പറയുകയാണ്. ഡോക്ടർ റെവറൻഡ് ഫാദർ വർഗീസ് പുതുശ്ശേരി കൗൺസിലിങ്ങിലും സൈക്കോതെറാപ്പിയിലും നിരവധി വർഷങ്ങളുടെ പരിചയമുള്ള ആളാണ്. ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും റാങ്കോടെ സൈക്കോളജി ഡിഗ്രി, അമേരിക്കയിലെ ഡ്യൂക്കേൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ, കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പിയിൽ ഡോക്ടറേറ്റ്, അതുപോലെ കൗൺസിലിംഗ് ആയി ബന്ധപ്പെട്ട് 12ഓളം പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്, കൂടാതെ നിരവധി ലേഖനങ്ങളും. അച്ഛൻ കേരള കൗൺസിലേഴ്സ് ഫോറം KCF-ന്റെ ഫൗണ്ടർ ഡയറക്ടറും സാന്ത്വന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി എന്ന പ്രശസ്ത സ്ഥാപനത്തിന്റെ സ്ഥാപക ഡയറക്ടറുമാണ്. അടുത്ത 1 മണിക്കൂറിൽ നമുക്ക് അദ്ദേഹത്തിൽ നിന്നും ഇന്നത്തെ ടോപ്പിക്കായ മെന്റൽ ഹെൽത്ത് ഇൻ വർക്ക് പ്ലേസ് ഈ വിഷയം വളരെ അത്യാവശ്യവും ഇന്ന് വളരെയധികം സമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയവുമാണ്. അത് എങ്ങനെ വർക്ക് സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യാമെന്നും അതിനുള്ള കുറച്ച് ടൂൾസും എനിക്ക് തോന്നുന്നു അച്ഛനിൽ നിന്ന് നമുക്ക് കേൾക്കാം. വളരെ സ്നേഹത്തോടെ ആദരവോടെ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ഫാദർ, ഓവർ ടു യു. Okay, thank you. വേൾഡ് ഹെൽത്ത് ഡേ ഒക്ടോബർ 10-നാണ് നമ്മൾ എല്ലാ വർഷവും ആഘോഷിക്കാറുണ്ട്. കോവിഡിന് മുമ്പ് സാന്ത്വനയിലെ പ്രസംഗ മത്സരത്തിലൂടെയാണ് നമ്മൾ മെൻ്റൽ ഹെൽത്ത് ഡേ ആഘോഷിച്ചിരുന്നത്. കോവിഡിന് ശേഷം ഇതുപോലെ ഓൺലൈനിലാണ് നമ്മളത് ആഘോഷിക്കുക. നമ്മുടെ വിഷയം ജോലിക്ക് വേണ്ടിയാണ്. ജോലിക്കോ ജീവിതം? നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ജോലിക്ക് വേണ്ടിയിട്ടാണോ, അതേ ജോലി ചെയ്യുന്നത് ജീവിതത്തിന് വേണ്ടിയിട്ടാണോ? അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ടൈം ടു പ്രയോറിറ്റൈസ് മെൻ്റൽ ഹെൽത്ത് ഇൻ ദ വർക്ക് പ്ലേസ്. നമ്മുടെ ജോലി സ്ഥലത്ത് ഫിസിക്കൽ എന്നതിനേക്കാളും മനസ്സിൻ്റെ കരുത്ത് ചോർന്നു പോകുന്നത് നമ്മൾ അറിയുന്നുണ്ടോ എന്നാണ് ആ ചോദ്യം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. പല ആംഗിളിൽ നിന്ന് നമുക്ക് പറയാനും ഗ്രഹിക്കാനും മനസ്സിലാക്കാനൊക്കെ സാധിക്കും. ഈയിടയ്ക്ക് ധാരാളം ജോലിയുടെ ഭാരം കൊണ്ട് ജീവിതം അവസാനിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത പത്രങ്ങളിലും TV-യിലൊക്കെ കാണാറുണ്ട്. ഇന്നൊരാള് ആ കുറിപ്പ് വെച്ചിട്ട് എഴുതിയൊക്കെ 45 ദിവസത്തേക്ക് ഉറക്കമുണ്ടായില്ല, അത്രയ്ക്ക് അസൈൻമെന്റ്സ് കൊടുത്തുകൊണ്ടിരുന്നു. ഇന്നലെ മൂവാറ്റുപുഴ ഭാഗത്ത് ഒരു AEO ജോലി കൊണ്ട് മടുത്തു എന്ന് പറഞ്ഞ് ജീവിതം അവസാനിപ്പിച്ചു. പിന്നെ അന്ന സെബാസ്റ്റ്യന്റെ കാര്യം നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അപ്പോ തെറപ്യൂട്ടിക് സ്റ്റോറി ടെല്ലിംഗ്
എന്നൊരു വിഭാഗം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ചെറിയ കഥ കൊണ്ട് ആരംഭിക്കാമെന്ന് കരുതി. സ്റ്റീഫൻ കവി ഒരു ബെസ്റ്റ് സെല്ലറിൻ്റെ ഓഥറാണ്. 7 Habits of the Effective People. അത് 10-200 പേജുള്ള പുസ്തകമാണ്, ബെസ്റ്റ് സെല്ലറാണ്, എല്ലാ ഭാഷകളിലേക്കും താരതമ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ആദ്യ പേജുകളിൽ അദ്ദേഹം ഒരു കൊച്ചു കഥ കൊണ്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തെറപ്യൂട്ടിക് സ്റ്റോറി ടെല്ലിങ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ചില കഥകളിലൂടെ നമ്മുടെ തീം അവതരിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുക. ഈ കൊച്ചു കഥ നമ്മൾ LKG പഠിച്ച കഥയാണ്, അല്ലെങ്കിൽ 1ാം ക്ലാസ് 2ാം ക്ലാസ്സിൽ പഠിച്ച കഥയാണ്. പക്ഷേ അദ്ദേഹം ആ കഥയ്ക്ക് വലിയ മൂല്യം കൊടുത്തു. ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെയാണ് ആ കഥ പ്രസിദ്ധമായിട്ടുള്ളത്. നമ്മൾ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കഥ ഇതാണ്: പൊന്മുട്ട ഇട്ട താറാവ്, അല്ലെങ്കിൽ പൊന്മുട്ട ഇടുന്ന താറാവ്. കർഷകനൊരു താറാവിനെ കിട്ടി, എല്ലാ ദിവസവും ഒരു പൊന്മുട്ട ഇടും. കുറച്ച് കഴിഞ്ഞപ്പോൾ കർഷകന് അങ്ങനെ ക്ഷമയില്ല. ഈ ഒരു ദിവസം മുഴുവൻ കാത്തിരിക്കണ്ടേ? അതിന് കണ്ടുപിടിച്ചൊരു സൂത്രമാണ് താറാവിനെ കൊല്ലുക, അപ്പം മുട്ട എല്ലാം കൂടി ഒന്നിച്ചെടുക്കാമല്ലോ. നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്, പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ കർഷകനും താറാവും ഒരാൾ തന്നെയാണ്. സ്റ്റീഫൻ കവിയിൽ കർഷകനും താറാവും ഒരാൾ തന്നെയാണ്. നമ്മളൊരു ജോലി ചെയ്ത് നമുക്ക് പ്രൊമോഷൻ കിട്ടുന്നു, നമുക്ക് അപ്രീസിയേഷൻ കിട്ടുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ലിമിറ്റിന് അപ്പുറം പ്രവർത്തിച്ച് അധ്വാനിച്ച് റിസൾട്ട് ഉണ്ടാക്കി മേലധികാരികളുടെ കയ്യടി മേടിക്കാൻ നമുക്കൊക്കെ താല്പര്യമാണ്. അവിടെയാണ് താറാവിനെ കൊല്ലുന്നത്. നമ്മളാണ് ചാവുന്നത്, നമ്മളാ താറാവ്. അപ്പോൾ അതെടുത്തിട്ടാണ് ആ കഥ തുടങ്ങിയിട്ടാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിന് പ്രാധാന്യം കൊടുക്കാവൂ. മെൻ്റൽ ഹെൽത്ത് തകർന്നിട്ട് ഔട്ട്പുട്ട് കിട്ടിയിട്ട് എന്ത് കാര്യം? ഇത് വേറൊരു കഥയിൽ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അത് നമ്മളൊക്കെ വായിച്ചിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. അത് ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ, കിഴവനും കടലും, 1952 പ്രസിദ്ധീകരിച്ചതാണ്. ഒരു ചെറിയ പുസ്തകം, ചെറിയ നോവല്, എല്ലാം 1500 വാക്യം കണ്ടുള്ളൂന്ന് തോന്നണേ. പക്ഷെ ഭയങ്കരമായിട്ടുള്ള പ്രസിദ്ധി അതിന് കിട്ടി, അംഗീകാരം കിട്ടി. അതിൻ്റെ കാരണം കഥയുടെ ഉള്ളിലെ അന്തരംഗവും അല്ലെങ്കിൽ ബാഹ്യമായിട്ട് കാണുന്ന കഥയ്ക്ക് ആന്തരികമായ ഒത്തിരി ഉൾക്കാഴ്ചകളുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഈ കഥയുടെ ഡ്യൂറേഷൻ ഒരു രാത്രി മാത്രമേ ഉള്ളൂ. വൈകുന്നേരമായപ്പോൾ കിളവൻ പറഞ്ഞു, നമുക്ക് കടലിൽ പോയി മീൻ കിട്ടുമെന്ന് നോക്കാം. ഒരു ചെറുപ്പക്കാരൻ അവിടെ ഉണ്ടായിരുന്നു, സാന്റിയാഗോ. ഈ 2 ക്യാരക്ടറേ ഉള്ളൂ ഇതിൽ. ആ ക്യാരക്ടറെ ചൂസ് ചെയ്യുന്നത് തന്നെ അതിലൊരു കോൺട്രാസ്റ്റ് ഉണ്ട്. കിളവന്
ശാരീരിക ആരോഗ്യം കുറവാണ്, എനർജി കുറവാണ്. പക്ഷേ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്. എവിടെ നോക്കിയാലാണ് മീനെ കിട്ടുന്നത്, ഏത് രീതിയിലാണ് പിടിക്കാൻ സാധിക്കുക എന്നുള്ള കഴിവുകൾ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ആ കോൺട്രാസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. വൈകുന്നേരം ഇവർ ഇറങ്ങുകയാണ്, കടലിലേക്ക് പോവാണ്. സാന്റിയാഗോ ഉണ്ട്. ഈ ഓൾഡ് മാൻ്റെ പേര് അതിൽ കാണുന്നില്ല, കിളവൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഈ പയ്യൻ്റെ പേരായിട്ട് കൊടുത്തിട്ടുള്ളൂ. അവര് പോകുന്നു, രാത്രി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി പുസ്തകത്തിൻ്റെ കാൽഭാഗം ആ കാലാവസ്ഥയെയും സെറ്റിംഗ് സണ്ണിനെയും അത് പ്രപഞ്ചത്തിലും ചക്രവാളത്തിലും കടലിലും ഉണ്ടാക്കുന്ന വർണ്ണഭംഗികളും ഒക്കെ അവതരിപ്പിക്കുന്നതാണ് ആ പേജുകൾ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു തിമിംഗലമാണ് കൊത്തിയത്. വലിയ ഫിഷ് കൊത്തിക്കഴിഞ്ഞാൽ ഉടനെ പിടിക്കരുതെന്ന് പറഞ്ഞു. പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വള്ളം മറിച്ച് കളയും. അത് വലിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അത് വലിച്ച് കടലിൻ്റെ മധ്യഭാഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ആ പോകുന്നതിൻ്റെ വർണ്ണിക്കലാണ് പിന്നുള്ള ഒരു കാൽഭാഗം പുസ്തകം. നോക്കിയാൽ നോട്ടെത്താൻ പറ്റാത്ത രീതിയിലുള്ള പരന്നാർന്ന കടലിൻ്റെ മധ്യഭാഗത്തിലൂടെ ഏകാന്തത എന്ന് പറഞ്ഞ സാന്റിയാഗോ ഉണ്ടെങ്കിലും വേറെ ശബ്ദങ്ങളൊന്നുമില്ല, നിശബ്ദത, രാത്രി, ഊരിരുട്ട്. ഈ തിമിംഗലം പിടിച്ചു വലിച്ച് എവിടേക്കാ കൊണ്ടുപോകണേന്ന് അറിയുന്നില്ല. അങ്ങനെ അവസാനം തിമിംഗലം തളർന്നു കഴിഞ്ഞപ്പോൾ അതിനെ വലിക്കാൻ തുടങ്ങി. ഇനി തിരിച്ചു പോരാണ്. അപ്പൊ സമയം പാതിരയായി. നോവലിലുള്ള സമയം എന്ന് പറയുന്നത് വൈകുന്നേരം തുടങ്ങി പിറ്റേ ദിവസം രാവിലെ അവസാനിക്കുന്നതാണ്. പാതിരയ്ക്ക് ഈ വലിയ മീനെ വള്ളത്തേൽ കെട്ടി വലിച്ചുകൊണ്ട് പോരുക. അപ്പോഴാണ് വേറൊരു പ്രതിസന്ധി. ഈ വെയില് ചത്തതായതുകൊണ്ട്, തിമിംഗലം ചത്തതായതുകൊണ്ട് മറ്റു തിമിംഗലം വന്ന് ഇതിനെ തിന്നാനായിട്ട് വന്ന് കടിച്ച് തിന്നുകൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ ഇയാളുടെ ജോലി തുഴഞ്ഞുകൊണ്ടിരുന്ന കുന്തം കൊണ്ട് ഈ വരുന്ന തിമിംഗലങ്ങളെ കുത്തി ഓടിക്കുകയായിരുന്നു. അപ്പോൾ ഉറങ്ങാൻ സമയമില്ല, റെസ്റ്റ് ചെയ്യാൻ സമയമില്ല. അവസാനം തിമിംഗലത്തെ ഈ വള്ളത്തിലേക്ക് കയറ്റിയിടാം എന്ന് കരുതി, ഇതിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. കയറ്റിയിടാൻ നോക്കി കഴിഞ്ഞപ്പോൾ വള്ളത്തിന് നീളം പോരാ. പിന്നെ അവർ ചെയ്തത് വള്ളത്തിൻ്റെ സൈഡിൽ കെട്ടിയിട്ടു. പാത കഴിഞ്ഞ് പോരുന്ന സമയത്ത് മുഴുവൻ മറ്റു തിമിംഗലങ്ങൾ ആക്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ രാവിലെ അവർ തിരിച്ചെത്തി നോക്കിയപ്പോൾ പിടിച്ച തിമിംഗലത്തിൻ്റെ അസ്ഥി പഞ്ചരം മാത്രമേ കാണാനുണ്ടായുള്ളൂ. അപ്പോൾ ഇത്രമാത്രം കഠിനാധ്വാനം ചെയ്തിട്ട് എന്ത് കിട്ടി, എന്ത് നേടി എന്നുള്ളതൊന്നുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യണം. അത് ജോലി സ്ഥലത്തായിരിക്കാം, വീട്ടിലായിരിക്കാം. എത്രയോ വീട്ടമ്മമാർ ബേൺ ഔട്ടായിട്ട് വരുന്നുണ്ടെന്നറിയോ? ജോലിയിലുള്ളവർ ബേൺ ഔട്ട് ആകുന്നുണ്ട്. നമ്മൾ ഈ പ്രൊഫഷണലിൽ ഇരിക്കുന്നവരും ബേൺ ഔട്ട് ആകുമ്പോൾ നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനി ഞാൻ പറയുന്ന ഒരു സെൻറ്റൻസ് നിങ്ങളെല്ലാവരും എഗ്രി ചെയ്യണമെന്നില്ല. മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിലാണ് ഏറ്റവും കൂടുതൽ സൂയിസൈഡൽ ഇൻസിഡൻസ്.
അത് 100 കാര്യങ്ങളുണ്ടായിരിക്കാം. അതിനെക്കുറിച്ച് ഞാൻ അധികം ചർച്ച ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ ഈ 2 കഥകളിലും നമ്മൾ കാണുന്നതാണ്, എന്തൊക്കെയോ നേടാൻ വേണ്ടിയിട്ട് അധ്വാനിക്കുന്നു. ആദ്യത്തേൽ ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ കൊന്നുകളയുന്നു. അതുകൊണ്ടാണല്ലോ ഒരു കുറിപ്പൊക്കെ എഴുതിയിരിക്കുന്നത്, എൻ്റെ ജോലി ഭാരം താങ്ങാനാവാത്തത് കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. കാരണം അതിൻ്റെ സമ്മർദ്ദം എടുക്കാൻ പറ്റാതെ വരുന്നു. HDFC ബാങ്കില് കസേരയിൽ ഇരുന്ന് ജോലി ചെയ്തിരുന്ന ലേഡി ആ ഇരുന്നിരിപ്പിൽ കുഴഞ്ഞു വീണു മരിച്ചു, ജോലി കൂടിയതുകൊണ്ട്. അപ്പൊ ഇവിടെ ഞാൻ ഒരു കേസ് സ്റ്റഡി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക, അന്ന സെബാസ്റ്റ്യൻ്റെ. കാരണം അത് വിശദമായിട്ട് അമ്മ ഒരു എഴുത്ത് അയച്ചിട്ടുണ്ട് കമ്പനി മാനേജർക്ക്. ആ എഴുത്ത് വാട്സപ്പിൽ വൈറലാണ്. ഞാൻ വാട്സപ്പിൽ അത് എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കിയിട്ടൊന്ന് വിശകലനം ചെയ്യാം. നമ്മൾ ഇങ്ങനെയുള്ള സത്യങ്ങളൊക്കെ പലപ്പോഴും പുസ്തകത്തിൽ നിന്ന് എടുക്കുന്നതിന് പകരം നമ്മുടെ തന്നെ ചുറ്റുമുള്ള ജീവനുള്ള അനുഭവങ്ങളുണ്ടല്ലോ, നിങ്ങളിൽ പലരും പത്രത്തിൽ വായിച്ചു കാണും, അന്ന സെബാസ്റ്റ്യൻ പേരയിൽ. ആ കമ്പനിയുടെ ചെയർമാൻ അമ്മ എഴുതിയിരിക്കുന്നതാണ്. ഇതിൽ കോൺഫിഡൻഷ്യാലിറ്റി ഒന്നുമില്ല, കാരണം ഇത് പരസ്യപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത്. I am writing this letter as a grieving mother who has lost her precious child, Anna Sebastian Pereil. My heart is heavy. My soul is shattered as I pen these words. But I believe it is necessary to share our story in the hope that no other family will have to endure the pain we are going through. Anna passed her CA exams in November 23rd and joined EY Pune on March 19th, 2024 as an executive. She was full of life, dreams, and excitement for the future. EY was her first job, and she was thrilled to be part of such prestigious company. But 4 months later, on July 20th, my world collapsed when I received the devastating news that Anna had passed away. She was just 26 years old. Anna was always a fighter from childhood through her academic years, where she excelled in everything she did. She was a school topper and a college topper, excelled in extracurricular activities, and passed her CA exams with distinction. ഇവിടെ ഈ കേസ് സ്റ്റഡി അനലൈസ് ചെയ്യുമ്പോൾ ഞാൻ 2 വശവും പറയും കേട്ടോ. കമ്പനിക്കെതിരായി മാത്രമാണ് അമ്മ എഴുതിയിരിക്കുന്നത്. ഞാൻ അതിൻ്റെ മറുവശം കൂടി പറയാൻ ആഗ്രഹിക്കുക. ഇപ്പൊ പറഞ്ഞ ആ സിംറ്റംസ് എല്ലാം, ഐ എം എ ഫൈറ്റർ, ടോപ്പർ എവരിവെയർ എന്നൊക്കെ പറയുന്നത് പേഴ്സണാലിറ്റി ടൈപ്പിൽ ടൈപ്പ് എ പേഴ്സണാലിറ്റിയാണ്. ടൈപ്പ് എ പേഴ്സണാലിറ്റിക്ക് റെസ്റ്റ് എടുക്കാൻ അറിയില്ല. ടോപ്പർ ആയില്ലെങ്കിൽ അവരുടെ ജീവിതം പോയതിന് തുല്യമാണ്. ഇതൊക്കെ ഭയങ്കര ഡാമേജിങ് ആയിട്ടുള്ള ചില നിലപാടുകളാണത്.
മറ്റുള്ളവരെ എന്നെക്കാളും കൂടുതൽ പെർഫോമൻസ് ചെയ്താൽ അതെനിക്ക് സഹിക്കാനാവില്ല. അതിനെയും കടത്തി വെട്ടാൻ വേണ്ടി ഞാൻ രാത്രി ചിലപ്പോൾ ഉറങ്ങില്ല എന്ന് വരും പല ദിവസങ്ങളിലും. ഇതൊക്കെ ടൈപ്പ് എയുടെ പ്രശ്നങ്ങളാണത്. ഈ അന്ന സെബാസ്റ്റ്യൻ ഇതുണ്ടായിരുന്നു. ഒന്ന്. രണ്ട്, ഒരു പുതിയ ജോലി ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ എനർജിയുടെ ഒരു 50% അത് സറൗണ്ടിങ്സും കൊളീഗ്സും ജോലിയും ഒക്കെയായി ഇഴുകി ചേരുന്നതിന് വേണ്ടിയിട്ട് എനർജി പോവാണ് ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിനനുസരിച്ച് ചിലപ്പം റെസ്റ്റൊക്കെ കൂടുതൽ എടുക്കണം. ഇനി ഇവിടെ വേറൊന്നുകൂടി നമുക്ക് കാണാൻ സാധിക്കും. ഒരു ജോലി സ്ഥലത്ത് നമ്മൾ ചെന്നാൽ ഉടനെ നമുക്ക് സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാകില്ല. സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ സ്കില്ലും കൂടി അനുസരിച്ചായിരിക്കും. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പൂനെയിൽ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തിരുന്നപ്പോൾ ഞങ്ങളുടെ കോഴ്സ് ഡയറക്ടർ പറഞ്ഞു, റിജക്ഷനാണ് നമ്മൾക്ക് അനുഭവപ്പെടാവുന്ന ഏറ്റവും വലിയ പെയിൻ എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അത് ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കതൊന്നും മനസ്സിലാവില്ല, ചെറിയൊരു എക്സസൈസ് ചെയ്യാന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. എക്സസൈസ് സിമ്പിളാണ്. ഞങ്ങളൊരു 10-60 പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ എല്ലാ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എല്ലാവരും 10 പേരുടെ ഗ്രൂപ്പായിട്ട് തിരിയണം. ഓരോ ഗ്രൂപ്പിലിരിക്കണം. എന്നിട്ട് ആ ഗ്രൂപ്പിൽ നിന്ന് ഒരാളെ പുറത്താക്കണം, എന്തെങ്കിലും കാരണം പറഞ്ഞു. ഇത്രേ ഉള്ളൂ എക്സസൈസ്, ഇത്രേ ഉള്ളൂ. ഞങ്ങൾ ഗ്രൂപ്പിലോട്ട് പോകുന്ന സമയത്ത് തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പം കൂടാൻ തുടങ്ങി. സ്വയം റിജക്റ്റഡ് ആകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ അടുത്തടുത്ത് ചേർന്ന് പോകാൻ തുടങ്ങി. സാധാരണ രീതിയിൽ എല്ലാവരുടെയും വിചാരം കഴിവില്ലാത്തവര്, ഇത് ഒരു നാഷണൽ ക്രൗഡ് ആയതുകൊണ്ട് ഇംഗ്ലീഷ് മെച്ചപ്പെട്ട് സംസാരിക്കാൻ പറ്റാത്തവര്, അല്ലെങ്കിൽ കുറെ ഇൻട്രോവേർട്ടുകാർ, ഇവരൊക്കെയാണ് തട്ടിപ്പോകുന്നത് എന്നാണ് എല്ലാവരുടെയും വിചാരം. അത് എനിക്കുണ്ടായിരുന്നു. ഞാനും പോണ വഴിക്ക് തന്നെ കൂട്ടുകാരെ പിടിച്ചായിരുന്നു സംഗതി തട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി. പക്ഷെ ഞങ്ങളുടെ കൂടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ഈ സിസ്റ്റർ ബോംബെയിൽ അറിയപ്പെടുന്ന വലിയൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ പ്രിൻസിപ്പലായിരുന്നു. നല്ല പൊക്കം, ആവശ്യത്തിന് തടി, നല്ല ഇംഗ്ലീഷ്, ഒരു കാരണവശാലും ഒരു കാരണം പറഞ്ഞ് ഇയാളെ പുറത്താക്കാൻ പറ്റില്ല. ആ രീതിയിലുള്ള ഒരാളായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഒത്തുചേർന്നു സിസ്റ്ററിനോട് പുറത്തു പോകണമെന്ന് പറഞ്ഞു. സിസ്റ്ററിനെ ഒരിക്കലും അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. സിസ്റ്റർ പറഞ്ഞു, ഞാൻ പോവില്ല. അപ്പൊ എന്തെങ്കിലും കാരണം പറയണം. ഞങ്ങൾ കണ്ടുപിടിച്ച കാരണം ഇതാണ്. ഈ സിസ്റ്റർ ഒരു ഫോറിൻ കോൺഗ്രിഗേഷനാണ്. അപ്പോൾ ഫോറിൻ കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സ് അവരുടെ ഉടുപ്പ് ഈ കാഫ് മസിലിൻ്റെ അവിടം വരെ ഉണ്ടാവുള്ളൂ, അടിവരത്ത് നിൽക്കില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, യു ആർ ലോങ് ആൻഡ് യു വെയർ ഷോർട്ട്. നിങ്ങൾ പൊക്കം കൂടിയ ആളാണ്, ധരിക്കുന്നത് ഇറക്കം കുറഞ്ഞ കാസ്റ്റൊക്കെയാണ്, അതുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു. എന്തെങ്കിലും കാരണം കൊടുത്താൽ മതി. ആള് പോകില്ല, കരഞ്ഞു. ഇത് മനസ്സിലാക്കണം, ഇതൊരു കളി തമാശയാണ്. കളി തമാശയാണെന്ന് പറഞ്ഞ് വിട്ടിട്ടുള്ള ആ കളി തമാശ പോലും ആ ഗ്രൂപ്പിൽ നിന്നൊന്ന് പുറത്ത് ഇറങ്ങാനായിട്ട് ആള് കരയാണ്. പിന്നെ ഞങ്ങളെ കുറെ ബാക്കി ഞങ്ങൾ 10 പേരാണല്ലോ, ബാക്കി 9 പേരെ കൂടി എടുത്ത് പുറത്താക്കി.
പിന്നെ 3 ദിവസം ഞങ്ങൾ 9 പേരും 3 ദിവസം എടുത്തു സിസ്റ്ററിനെ ആശ്വസിപ്പിക്കണം. അപ്പൊ ആ റിജക്ഷൻ, കളിയിൽ പോലും റിജക്ഷൻ വന്നാൽ ഉണ്ടാകുന്ന പെയിൻ എത്രയാണെന്നൊന്ന് ഓർത്താൽ മനസ്സിലാവും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ സ്കൂള്, വീട്, ഇവിടെയൊക്കെ ഇതിന്റെ പ്രസക്തി മനസ്സിലാകുന്നത്. ഒരപ്പനിൽ നിന്ന് റിജക്റ്റഡ് ആയ ഒരു മകന് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു മകൾക്ക്, ഒരു ഭാര്യയ്ക്ക്, ഒരു ഭർത്താവിന്, ഒരു ടീച്ചറിൽ നിന്നും റിജക്റ്റഡ് ആയ ഒരു സ്റ്റുഡൻറ്റിന്, ഇതൊക്കെ വളരെ പെയിൻഫുൾ ആണ്. ഇതേത് പറയുമ്പോഴാണ് റിജക്റ്റഡ് ഫീലിംഗ് കിട്ടുന്നതെന്നൊക്കെ പേടിയായതുകൊണ്ട് മാതാപിതാക്കന്മാർക്ക് ഇപ്പോൾ പിള്ളേരോട് മിണ്ടാനും പ്രയാസം. അവരെന്തെങ്കിലും ചെയ്താലോ എന്നുള്ള പേടി. അപ്പോ ഈ കുട്ടി അന്ന സെബാസ്റ്റ്യൻ ആദ്യമായിട്ട് അവിടെ ചെന്നപ്പോ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് 2-3 ഫ്രണ്ട്സിനെ നേടണം. ഞാൻ യൂറോപ്പ് മുഴുവനും ഒറ്റയ്ക്കാണ് യാത്ര ചെയ്തത്. ഒരു സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഞാൻ നിരീക്ഷിക്കും, എനിക്കൊരു കൂട്ടുകാരനെ വേണം. ഒറ്റയ്ക്ക് പോണ ഒരാളെയാണ് നോക്കുന്നത്. ഞാൻ ഹിറ്റ്ലറിൻ്റെ ഈ മനുഷ്യരെ ഗ്യാസ് ചേമ്പറിൽ കൊന്നൊടുക്കുന്ന സ്ഥലത്ത് അവിടെ ബസ് ഇറങ്ങി അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചുറ്റും നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ തനിച്ച് പോണ കണ്ടു. ഞാൻ അവനെ വിളിച്ചു, നമുക്ക് ഒരുമിച്ച് ഇത് കാണാം. കൂട്ടുകൂടി. അവനൊരു യഹൂദ പയ്യനായിരുന്നു. അവരെ കൊന്നൊടുക്കിയ സ്ഥലമാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഒരു യഹൂദ പയ്യന്റെ പെർസ്പെക്റ്റീവിലൂടെ അത് കാണാൻ എനിക്ക് സാധിച്ചു. അപ്പൊ സപ്പോർട്ട് സിസ്റ്റം നേടുക എന്നുള്ളതാണ് നമ്മൾ പുതിയൊരു ജോലി സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത്. ഈ അന്ന ചെയ്തിട്ടില്ല. കാരണം അന്ന ടൈപ്പ് എ ആയതുകൊണ്ട് അതിന് സെക്കൻഡറി വാല്യൂ കൊടുക്കുള്ളൂ. ഫ്രണ്ട്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ. അത് ഈ അപകടത്തിൽ ചെന്ന് ചാടിച്ചതിൻ്റെ ഒരു ഘടകം അതാണ്. അടുത്തത്, അന്ന വാസ് ഓൾവേസ് എ ഫൈറ്റർ. ടൈപ്പ് എ പേഴ്സൺ ഫൈറ്റർ. അപ്പൊ അവർ വേറെ ഒന്നും പരിഗണിക്കില്ല. അവരവരുടെ മാനസിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഇതൊന്നും നോക്കില്ല. പെർഫോമൻസ് ഔട്ട്പുട്ട് മാത്രമേ നോക്കുന്നുള്ളൂ. ആ താറാവിൻ്റെ മുട്ട മാത്രമാണ് ലക്ഷ്യം. താറാവിന് തീറ്റ കൊടുത്ത് വളർത്തുന്നതിനെ കുറിച്ച് ചിന്തയില്ല. ആ താറാവിൻ്റെ മുട്ടയിൽ മാത്രം ലക്ഷ്യം വെച്ചിട്ടാണ് ഈ ഫൈറ്റർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഫ്രം ചൈൽഡ്ഹുഡ് ത്രൂ ഹെർ അക്കാഡമിക് ഇയേഴ്സ് where she excelled in everything she did. പിന്നെ പറഞ്ഞല്ലോ ടോപ്പർ ആയിരുന്നു CA എക്സാമിനേഷൻ. However, the workload, new environment and long hours took a toll on her physically, emotionally and mentally. ഇവിടെ ഈ 3 കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ ഗ്രഹിച്ചിട്ടില്ല. ഞാൻ അടുത്ത സെന്റൻസ് വരുമ്പോൾ പറയാം. ഇമോഷണലി, ഫിസിക്കലി, മെന്റലി ഇയാൾ ഡൗൺ ആയി എന്ന് പറഞ്ഞെങ്കിലും ഗ്രഹിച്ചിട്ടില്ല പേരൻസ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും എന്താ ഗ്രഹിക്കാത്ത, അവർ തന്നെയല്ലേ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അടിയിലുള്ളത് പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും. ഷീ ബിഗാൻ എക്സ്പീരിയൻസിങ് ആങ്സൈറ്റി, sleeplessness and stress soon after joining, but she kept pushing herself. ആ pushing herself താറാവിനെ ഞെക്കി പിഴിഞ്ഞ് ആ മുട്ടയെടുക്കാനുള്ള ശ്രമമാണ്. ആ പെർഫോമൻസ് ഔട്ട്പുട്ട് മാത്രം നോക്കുന്നു. അത് സസ്റ്റൈനബിൾ ആകണമെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ ആരോഗ്യവും ശരീരത്തിൻ്റെ ആരോഗ്യവും ഇതൊക്കെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരാളാണ് എന്ന് ചിന്തിക്കുന്ന പോലുമില്ല. പുഷിങ് ഹെർസെൽഫ്, ബിലീവിങ് ദാറ്റ് ഹാർഡ് വർക്ക് and perseverance were the keys to success.
ഇങ്ങനെയുള്ള പ്രോവർബും സെന്റൻസുകളൊക്കെ നമ്മൾ ആരോടെ പറയണമെന്ന് എപ്പോഴും ശ്രദ്ധിക്കണം. ടൈപ്പ് ബി ആയിട്ടുള്ള ആളുകളോട്, കുട്ടികളോട് അങ്ങനെയുള്ളത് പറയുന്നതിന് കുഴപ്പമില്ല. ടൈപ്പ് എ എന്ന് പറയുന്നവരോട് ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നശിക്കാൻ വേറെ വേണ്ട. നമ്മൾ മക്കളെ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് വളർത്തുമ്പോഴാണ് അവർ ഭംഗിയായിട്ട് സക്സസ്ഫുൾ ആകുന്നത്. On Saturday, July 6th, my husband and I reached Pune to attend Anna's CA convocation since she had been complaining of chest constriction upon reaching her PG late at night. അപ്പൊ ഫിസിക്കല് വന്നു, അത് അവർക്ക് മനസ്സിലായി. ചെസ്റ്റ് constriction late at night for the past week. We took her to the hospital in Pune. ഈ ഓരോ അസുഖങ്ങൾക്കും സ്പെഷ്യലൈസായി ചെയ്ത ഡോക്ടറുടെ അടുത്തല്ലേ നമ്മൾ കൊണ്ടുപോകണ്ടേ? മാനസികമായ ഒരു അസ്വസ്ഥതയുള്ള ഒരാളെ ഫിസിഷ്യന്റെ അടുത്ത് കൊണ്ടുപോയാൽ ഫിസിഷ്യനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാനഡയിലെ സൈക്കാട്രിക് അസോസിയേഷന്റെ ഒരു മീറ്റിങ്ങിന് ശേഷം അവര് പത്രങ്ങൾക്ക് കൊടുത്തതിൽ ഒരു സെന്റൻസ് ഇതാണ്: ഫിസിഷ്യൻസിന്റെ അടുത്ത് ചെല്ലുന്ന 60% മാനസിക രോഗികളെയും അവര് മാനസിക രോഗികളാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കാതെ പോകുന്നു. കാനഡ പോലെയുള്ള ഒരു സ്ഥലത്താണ് വരുന്നത്. അപ്പൊ നമ്മുടെ പെർസെൻറ്റേജ് എത്രയോ കൂടിയിരിക്കും. എന്നിട്ട് ഇവിടെ എന്താ സംഭവിച്ചെന്ന് നോക്കി. ഹെർ ECG വാസ് നോർമൽ ആൻഡ് ദ കാർഡിയോളജിസ്റ്റ് കെയിം ടു. അപ്പൊ കാർഡിയോളജിസ്റ്റിനെ കണ്ടത്. അലയ ഓഫ് ഫിയേഴ്സ് ടെല്ലിങ് us she wasn't getting enough sleep. രാത്രി ഉറക്കം ഇല്ലെങ്കിൽ അതിന് കാരണം വേണ്ടേ? ഈ കുട്ടിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല എന്ന് പറഞ്ഞയച്ചു. ഹാർട്ടിന്റെ മാത്രം പെർസ്പെക്റ്റീവാണ് ഹാർട്ട് ഡോക്ടർ, കാർഡിയോളജിസ്റ്റ് നോക്കിയുള്ളൂ. ഇതിന് പിന്നില് മാനസികമായിട്ടുള്ള ഡിസോർഡേഴ്സ് ഒന്നും തന്നെ മെഷീനിലൂടെ കിട്ടില്ല. അത് ആ ഫീൽഡിൽ വർഷങ്ങളോളം ഇരുന്ന് വർക്ക് ചെയ്ത മാനസിക വിദഗ്ധർക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. അപ്പൊ ഇവിടെ ECG ഒക്കെ നോക്കി കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഉറക്കം കിട്ടാഞ്ഞിട്ടാണ്. പിന്നെ ഈറ്റിംഗ് വെരി ലേറ്റ്. ഇതൊക്കെ സിംറ്റംസ് ആണ്. ഇത് സിംറ്റംസ് ആയിട്ട് ഡോക്ടർ മനസ്സിലാക്കാതെ ഇതൊക്കെ സില്ലിയാണ്, ഇത് ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മാറിപ്പോകും എന്നാ പറഞ്ഞു കൊടുക്കുന്നത്. ഒരു പ്രൊഫഷണലിന്റെ നിരുത്തരവാദിപരമായ സമീപനം എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒന്നല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉറക്കമില്ല, വിശപ്പില്ലെങ്കിൽ, സ്ട്രെസ് ഉണ്ടെന്നെങ്കിലും മനസ്സിലാക്കിയിട്ട് ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്കോ സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്കോ ഒന്ന് റെഫർ ചെയ്തിരുന്നെങ്കിൽ അന്ന സെബാസ്റ്റ്യൻ ഇന്ന് ഇവിടെ ഉണ്ടാവും. ഞാൻ അവിടെ സൂചിപ്പിക്കുന്ന ഒരു വിഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്താനല്ല, ഈ കേസ് സ്റ്റഡിയിലൂടെ എല്ലാ വശങ്ങളെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ പേരൻസ് മനസ്സിലാക്കിയിട്ടില്ല, പ്രൊഫഷണലായിട്ടുള്ള കാർഡിയോളജിസ്റ്റ് മനസ്സിലാക്കിയിട്ടില്ല, തന്നെത്താൻ മനസ്സിലാക്കിയിട്ടില്ല. Though we had come all the way from Kochi, she insisted on going to work after seeing the doctor, saying there was a lot of work to do and she wouldn't get leave. Leave type A people leave എടുക്കില്ല. That night she returned to her PG late again. On Sunday, July 7th, the day of her convocation, she joined us in the morning, but she was working from home even that day until the afternoon, and we reached the convocation venue late.
It was my daughter's great dream to take her parents to her convocation with her own hard-earned money. She booked our flight tickets and took us. It breaks my heart to tell you that even during those 2 days, which were the last we would spend with our child, she couldn't enjoy them because of the work pressure. ഇയാള് ഡിപ്രഷനിൽ പോയി എന്നുള്ളതാണ് സത്യം. ഉറക്കം പോയി, എൻത്യൂസിയാസം പോയി, വിശപ്പ് പോയി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ 75% ന്യൂട്രീഷൻ ബ്രെയിനാണ് എടുക്കണേ. അതാ ബ്രെയിന് കൃത്യം കിട്ടിയില്ലെങ്കിൽ ബ്രെയിൻ വേണ്ട രീതിയിൽ വർക്ക് ചെയ്യില്ല. ബ്രെയിനിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒന്നും വേണ്ട രീതിയിൽ കിട്ടില്ല. ബോഡിയിലുള്ള കെമിക്കൽ ചേഞ്ചസ് ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. അങ്ങനെ വരുമ്പോൾ ഡിപ്രഷനിലേക്ക് പോകും. ഇവർ ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം ഡിപ്രഷന്റെ സിംറ്റമാണ്. അപ്പൊ വിശപ്പില്ല, ഉറക്കമില്ലാതെ ഇന്നലെ മരിച്ച ആള് 45 ദിവസം ഉറങ്ങിയില്ല എന്ന് പറഞ്ഞു. അത് പേരൻസിന് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ? ഉറക്കമില്ലാത്തത് അപകടകരമാണ്, ഭക്ഷണം കഴിക്കാത്തത് അപകടകരമാണ്, എല്ലാത്തിലും പുഷ് ചെയ്ത് ഇൻട്രസ്റ്റ് എടുത്ത് ജോലി ചെയ്തിരുന്ന ആൾക്ക് ഇപ്പൊ ആ ജോലി ഭാരമായി തോന്നുന്നു. അത് ബുദ്ധിമുട്ടുള്ളതാണ്. When Anna joined this specific team, she was told that many employees had resigned due to the excessive workload. And the team manager told her, Anna, you must stick around and change everyone's opinion about our team. ഈ പുള്ളി ക്രിക്കറ്റ് കളിക്കാരനാണ്. ക്രിക്കറ്റ് കളി കാണാൻ താല്പര്യമുള്ളവനാണ് ഈ ലീഡർ, ഇവരുടെ ലീഡർ. അപ്പൊ അതനുസരിച്ച് എപ്പോഴും ചേഞ്ച് ചെയ്യും. രാത്രി അല്ലെങ്കിൽ രാവിലെ ഒക്കെ ഓർഡർ കൊടുക്കും, അസൈൻമെന്റ്സ് കൊടുക്കും. ഇവിടെയാണ് നമ്മളൊരു സ്കില്ല് നേടേണ്ടതെന്ന് പറയുന്നത്, നോ പറയാനുള്ള സ്കില്ല്. ആ സ്കില്ല് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഇതുപോലെ ടൈപ്പ് എ പേഴ്സണാലിറ്റി ആണെങ്കിൽ, നോ പറയാൻ സാധിച്ചില്ലെങ്കിൽ ലോഡ് ഭാരം കൂടി 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 മരിക്കും. നിങ്ങളും മരിക്കും, ഞാനും മരിക്കും. കാരണം ബോഡിക്ക് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതൽ ലോഡ് കൊടുത്താൽ അത് സിംറ്റംസ് ആയിട്ട് പുറത്തു വരും. ലോഡ് എന്ന് പറഞ്ഞാൽ ഭാരം കൊണ്ടല്ല മരിക്കുന്നത്. സിംറ്റം എന്താണ്? ഈ ഓർക്കമില്ലായ്മ സിംറ്റമാണ്, ഈ ഭക്ഷണത്തിന് രുചിയില്ലായ്മ സിംറ്റമാണ്, എൻത്യൂസിയാസം ഇല്ലാത്തത് സിംറ്റമാണ്, ഫോക്കസ് ഇല്ലാത്തത്, കോൺസെൻട്രേഷൻ ഇല്ലാത്തത് സിംറ്റമാണ്. അങ്ങനെ ഒന്നും നോ പറയാൻ പറ്റാത്തത് ഒരു സിംറ്റമാണ്. ആ സിംറ്റംസിനെ കൈകാര്യം ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് സാധിച്ചാൽ, അല്ലെങ്കിൽ റിലാക്സൻ്റ് ആയിട്ടുള്ള മരുന്ന് കഴിച്ചാൽ, മിനിമം ഹോമിയോ എന്തെങ്കിലും കഴിച്ചാൽ, അല്പം മരുന്നിൻ്റെ സപ്പോർട്ട് എടുക്കണം. പക്ഷെ പേരൻസിന് പേടിയാണ് സപ്പോർട്ട് എടുക്കാനത്. നമുക്ക് മരുന്നിനെ, ഈ ഒരു കാര്യത്തിൽ മാത്രം മരുന്നിനെ എല്ലാവർക്കും പേടിയാണ്. കാർഡിയോളജിസ്റ്റ് കൊടുക്കുന്ന മരുന്ന് ചോദിച്ച് മേടിച്ച് കഴിക്കും. കാരണം എന്തായാലും തട്ടിപ്പോകുന്നറിയാം. സൈക്കാട്രിസ്റ്റ് കൊടുത്ത മരുന്ന് ഒരിക്കലും ചോദിക്കില്ല, ഒരിക്കലും വാങ്ങില്ല, കഴിയുന്നത്ര നിർത്തും. അതിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ നിർത്തി കളയും. Her manager would often reschedule meetings during cricket matches and assign her work at the end of the day, adding to her stress. ഒന്നും നമ്മുടെ സ്ട്രെസ് ലെവൽ നമ്മൾ കണ്ടുപിടിക്കണം. സ്ട്രെസ് ലെവൽ കണ്ടുപിടിക്കുന്ന ഈ സിംറ്റംസിന്റെ ലെവൽ അനുസരിച്ചാണ്. ഈ സിംറ്റംസിന്റെ ഇന്റൻസിറ്റിയാണ് സ്ട്രെസ്സിന്റെ ലെവല്. Unfortunately,
became a reality she could not escape. Anna confided in us about the overwhelming workload, especially the additional task assigned verbally beyond the official work. അതായത് ജോലി ചെയ്ത് കൊടുക്കുന്നവർക്ക് കിട്ടുന്ന സമ്മാനം അഡീഷണൽ ജോലിയാണ്. ഈ ലീഡേഴ്സിന്റെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി ഇവർ പെട്ടെന്ന് ഇത് തീർത്ത് കയ്യിൽ കൊടുക്കും. അത് അപകടമാണ്. ഒരു ദിവസത്തിന്റെ സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ദിവസം മുഴുവൻ കൊണ്ട് ചെയ്ത് തീർത്താൽ മതി ആ ജോലി. ഇവരുടെ പ്രകൃതം മറ്റുള്ള രീതിയിലായതുകൊണ്ട് അവർ അര ദിവസം കൊണ്ട് ജോലി തീർത്ത് കൊടുത്ത് അപ്രീസിയേഷൻ മേടിച്ച് അടുത്ത ജോലി മേടിച്ചുകൊണ്ട് വരും. അപ്പൊ കുറച്ചൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇത് വേണ്ട രീതിയിൽ മാനേജ് ചെയ്യാതെ വന്നാൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ. Her assistant manager once called her at night with a task that needed to be completed by the next morning. രാവിലെ നേരം വിളിക്കുന്നതിന് വിളിച്ചു പറ്റില്ലെന്ന് പറയണം. അതൊരു സ്കില്ലാണ് കേട്ടോ. എന്താ പറയുന്നത്, അസർട്ടീവ്നെസ് ട്രെയിനിങ് ആണത്. നമുക്ക് നോളജ് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. സ്കിൽ ഡെവലപ്മെന്റ് ഇല്ലെങ്കിൽ നമ്മളെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റില്ല, ചുറ്റുപാട് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ മിക്ക കോളേജുകളിലും സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റ് അനുസരിച്ച് സ്കിൽ ഡെവലപ്മെന്റ് 6 മാസത്തെ കോഴ്സ് ഉണ്ട്. +2 കഴിഞ്ഞ പിള്ളേർക്ക് ഏതെങ്കിലും ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്ത് കൊടുത്തിട്ട് അവരെ എംപ്ലോയിഡ് ആക്കുകയാണ് ചെയ്യുന്നത്. സ്കൂളിലൊക്കെ അസർട്ടീവ്നെസ് എന്ന് പറയുന്നത് അഗ്രഷൻ അല്ല. അവരെ ഒഫൻഡ് ചെയ്യാത്ത വിധത്തില് നമ്മൾക്ക് ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള കഴിവാണ്. അപ്പൊ അത് ചെയ്യുന്നില്ല. കിട്ടുന്ന ടാസ്ക് മുഴുവൻ മേടിച്ച് തലേ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. She has barely any time to rest or recover. റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ ആവശ്യമാണ്. അത് IT മേഖലയായാലും 1 ലക്ഷത്തിൻ്റെയും 2.5 ലക്ഷത്തിൻ്റെയും ജോലിയായാലും റിലാക്സ് ചെയ്യാതിരിക്കാൻ പാടില്ല, ഉറങ്ങാതിരിക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കാതിരിക്കാൻ പാടില്ല. സത്യത്തില് ഒരാൾക്ക് പുള്ളി 1 ലക്ഷം രൂപയുടെ IT ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആള് വേറൊരു കമ്പനിയില് 2.5 ലക്ഷത്തിന്റെ ജോലിക്ക് മാറി എന്ന് കേട്ടപ്പോ ഞാൻ ഉള്ളിൽ ദുഃഖിച്ചു. കാരണം ആ വ്യക്തിയെ എനിക്കറിയാം, ആൾക്ക് ഡിപ്രഷനുള്ള ആളാണ്. രൂപ കൂട്ടുന്നത് വെറുതെ കൂട്ടില്ല, ശരിക്ക് പിഴിയാൻ തന്നെയാണ് രൂപ കൂട്ടുന്നത്. ആ പിഴിച്ചില് ആളുടെ ജീവൻ പോവും, താറാവ് ചത്തുപോവും. ഞാൻ ദുഃഖം എന്നോട് പറഞ്ഞപ്പോ ഞാൻ അവരോട് ഇത്രയും പറഞ്ഞോളൂ, പൈസ കൂട്ടിയ അതുപോലെ പിഴിയും ചെയ്യൂട്ടോ, അതിന് തയ്യാറുണ്ടെങ്കിലേ ആ ജോലി എടുക്കാവൂ എന്ന് ഞാൻ സൂചിപ്പിച്ചു. Anna would return to her room utterly exhausted, sometimes collapsing on the bed without even changing her clothes, only to be bombarded with messages asking for more reports. ഈ പറയുന്ന സാഹചര്യത്തിൽ 1 മാസമോ 2 മാസവും കൂടുതലൊന്നും ആർക്കും ജീവിക്കാൻ പറ്റില്ല. Working very hard to meet the deadlines. She was a fighter to the core, not someone to give up easily. അപ്പൊ ആളിങ്ങനെ പുഷ് ചെയ്ത് മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് 5 മിനിറ്റുള്ളൂ. ഞാൻ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ഒരുങ്ങി വന്നിരുന്നു. ഞാൻ ഇത് കേട്ട ഉടനെ ഒരു
ഈ മനോരമയിൽ ഒരു ആർട്ടിക്കിൾ വന്നു, അത് ചിലര് കണ്ടോണം, ജോലിക്കോ ജീവിതം, ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ എരിഞ്ഞടങ്ങരുത്. ആ എരിഞ്ഞടങ്ങാന്നുള്ളതാണ് ബേൺ ഔട്ടിന്റെ മലയാളം എരിഞ്ഞടങ്ങുക. എക്സിക്യൂട്ടീവ് ബേൺ ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമാണ്. അപ്പൊ ഇത് ഈ ക്ലാസ് നമ്മളിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മറ്റുള്ളവരെ ശരിയാക്കുക എന്നതിനേക്കാളും എനിക്ക് ജോലി സംബന്ധമായോ വീട് സംബന്ധമായോ വ്യക്തിബന്ധങ്ങൾ വഴിയോ അമിതമായ ലോഡോ ടെൻഷനോ സ്ട്രെസ്സോ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ സിംറ്റംസ് ഞാൻ കുറിച്ചിടണം. അത് 2 ആഴ്ച കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഞാൻ ഒരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണണം. എൻ്റെ ഉറക്കം ശരിയാവണം, എൻ്റെ വിശപ്പ് ശരിയാവണം. ഇത് രണ്ടും ശരിയായി കഴിഞ്ഞാൽ ബ്രെയിൻ ശരിയായിക്കോളും. മിനിമം അത്രയെങ്കിലും നമ്മൾ ഒന്ന് മനസ്സിലാക്കിയാൽ ഇന്നത്തെ ഈ വിഷയം നമ്മുടെ ജീവിതത്തിൽ കുറച്ചൊക്കെ നന്മ ചെയ്യും. 5 മിനിറ്റ് ഏതെങ്കിലും ക്ലാരിഫിക്കേഷൻ? ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ 5 മിനിറ്റ് ഉണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞത്. ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. നിങ്ങളുടെ അവിടെ മഴയുണ്ടോ? ഇല്ല അച്ഛാ, ഞങ്ങൾക്ക് പെരുമ്പാവൂർ മഴയില്ല അന്ന്. ഇവിടെ രാജഗിരി കളമശ്ശേരിയിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. അല്ലേ? ഇവിടെ വൈകുന്നേരം ഒന്ന് ചാറിപ്പോയി. ആ എല്ലാവരും അച്ഛന്റെ ആ ഒരു പൊന്മുട്ടയിടുന്ന താറാവിന്റെയും മനുഷ്യന്റെയും ആ ഒരു അനലോഗിയായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുത്തി ഓരോ വാക്കുകൾ പറഞ്ഞപ്പോഴും നമ്മളിലേക്ക് തന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ എന്നിലേക്ക് തന്നെയാണ് എല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അതുപോലെ എല്ലാവരും അവരവരിലേക്ക് തന്നെ ആഴ്ന്നിറങ്ങി മിണ്ടാതിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്കും ശരിക്കും ടച്ചിങ് ആയിരുന്നു വെച്ചാ. അതിൽ കൂടെ ആ ഈ തെറാപ്യൂട്ടിക് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവം തന്നെയാണ്. അതിൽ കൂടെ പറഞ്ഞാലാണ് നമുക്ക് നമ്മളിലേക്ക് നോക്കാനും അതുപോലെ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോഴും എല്ലാവരും കേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അച്ഛന്റെ കഥ ഒരു പ്രാവശ്യം കൂടെ എന്തോ അച്ഛന്റെ കഥ ഒരു പ്രാവശ്യം കൂടെ കേൾക്കാൻ പറ്റിയുള്ള സന്തോഷം അച്ഛാ. ഞാൻ ആശ. ഹലോ, കേൾക്കല്ലോ? മേരിക്കുട്ടിയല്ലേ? അല്ല അച്ഛൻ, ഞാൻ ആശ. ആശാണോ? ആശ്വാസമില്ല, ആശ പറഞ്ഞ എന്റെ കഥ ഒരു പ്രാവശ്യം കൂടെ കേൾക്കാൻ പറ്റിയ സന്തോഷത്തിലാണ്. ആശ പറഞ്ഞത്. ഞാനിപ്പോ തെറപ്യൂട്ടിക് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പരമ്പര പുസ്തകം അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുക. അല്ല, ഒരെണ്ണം എഴുതിയല്ലോ അച്ഛാ. നിങ്ങള് സാന്ത്വനയിൽ വരുന്നവർക്കൊക്കെ തരാം. അച്ഛന്റെ പുസ്തകത്തിന്റെ പേരെന്താണ്? കാരണം ഞാൻ ആലോചിച്ചപ്പോ ഞാൻ ഇതിന്റെ കുറെ തിയറി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാല് അതുകൊണ്ട് വലിയ കാര്യമില്ല തോന്നുന്നു. ഞാൻ ഒരു 3 കഥയിലാണ് 2 സാധാരണ കഥ, 1 ജീവനുള്ള കഥ, കേസ് സ്റ്റഡി അനാലിസിസ്. തീർച്ചയായിട്ടും കഥകളിലൂടെ കാര്യം എല്ലാവർക്കും കിട്ടി. അച്ഛന്റെ പലപ്പോഴും ക്ലാസ് കേൾക്കുമ്പോഴാണെങ്കിലും എല്ലാവരും പറയാറുണ്ടല്ലോ, അതായത് ഇത് മറ്റേയാള് കേട്ടിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതായത് മറ്റുള്ളവർക്ക് അതിങ്ങനെ ഉപകാരപ്പെടുന്ന ചിന്തിക്കാനും അഭിപ്രായം പറയാനാണ് എല്ലാവർക്കും. അച്ഛൻ അവസാനം പറഞ്ഞു നിർത്തിയ പോലെ ഈ 6 ദിവസത്തെ ഇൻസൈറ്റും നമ്മളെ ഒന്ന് നോക്കിക്കാണാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? അവർ ഹെൽത്ത് ഇസ് അവർ റെസ്പോൺസിബിലിറ്റി എന്ന് ഓരോരുത്തരും ഒരു ആത്മപരിശോധന ചെയ്യാനായിട്ട് ആലിസ് മാഡം പറഞ്ഞു നിർത്തിയ പോലെ ശരിക്കും തെറാപ്യൂട്ടിക് ആയിരുന്നു ഈച്ച് സ്റ്റോറി. അതായത് ആ ആഴക്കടലിലേക്ക് ആ ചെറിയ ബോട്ടിലൂടെ നമ്മളും കടന്നുപോയി. തിരിച്ച് പുലർച്ചെ ആ നേരം വെളുത്ത് വന്നപ്പോ സ്കെലിട്ടൻ ആയിരുന്ന വെയിലിനെ അച്ഛൻ പറഞ്ഞു നിർത്തി കഴിഞ്ഞപ്പോ ഞങ്ങൾ എല്ലാവരും കണ്ടു. അങ്ങനെ എല്ലും തോലും ആവാതെ ജീവനും ഓജസ്സും ബീജസ്സും മണിച്ചിത്രത്താഴിന്റെ അവസാനം മോഹൻലാൽ ഒരു ഡയലോഗ് പറയുന്നുണ്ടല്ലോ, അതുപോലെ ജീവനുള്ള ഗംഗയാണ് തിരിച്ചു തരേണ്ടത്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ഉള്ളത്,
ഈ തിമിംഗലങ്ങൾ വന്നിങ്ങനെ ആക്രമിച്ചുകൊണ്ടിരുന്നപ്പോ പറഞ്ഞു, യു മേ കിൽ മീ, യു മേ കിൽ മീ, ബട്ട് യു ക്യാൻ നെവർ ഡിഫീറ്റ് മീ. ആ പുസ്തകത്തില് ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്യുന്ന ഒരു സെന്റൻസ്, കില്ലിങ്ങും ഡിഫീറ്റഡ് ഫീലിങ്ങും രണ്ടും രണ്ടാ. പുള്ളി പറഞ്ഞു യു മേ കിൽ മീ എന്ന്. ഇവരോടാണ് മത്സ്യങ്ങളോടാ പറഞ്ഞത്, നിങ്ങൾ ഈ അറ്റാക്ക് ചെയ്ത് എന്നെ കൊന്നുകളഞ്ഞേക്കും, എത്തുവാൻ സാധ്യതയുണ്ട്. ബട്ട് യു ക്യാൻ നെവർ ഡിഫീറ്റ് മീ, എന്നെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല. മരണം തോൽവിയല്ല കേട്ടോ. അച്ഛന്റെ ആ ബുക്ക് ഞാനും വായിച്ചു അച്ഛൻ. ഏത് ബുക്ക്? മറ്റേ തെറാപ്യൂട്ടിക് ഇതിന്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ അന്നത്തെ നമ്മുടെ ആനുവൽ ജനറൽ ബോഡിക്ക് ഉണ്ടായിരുന്നല്ലോ, അന്ന് തന്നിരുന്നല്ലോ. അന്ന് കൊടുത്തു. അതെ അതെ. അല്ല, അവിടെ കാണാൻ പറ്റാത്തവർക്ക് എങ്ങനെയാ ഫാദർ ബുക്ക് കിട്ടുന്ന? എന്നെങ്കിലും വരുമ്പോ തരാം. അയ്യോ, ഞങ്ങൾ ബോംബെയിലാണ്, അവിടെ അല്ല, നാട്ടിലല്ല. ബോംബെയിലോ? എന്നെങ്കിലും നാട്ടിൽ വരുമ്പോ. അതല്ല, അത് ഓൺലൈൻ ആയിട്ടോ ഇങ്ങനെ എവിടുന്നെങ്കിലും നമുക്കത് അതെ, മേടിക്കാൻ അതെ. പബ്ലിക് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ളതാണ് അന്വേഷിക്കുന്നത്. ഇപ്പൊ ഒരു എക്സ്പെരിമെന്റൽ സ്റ്റേജിലാ. അതുകൊണ്ടാണ് ഞാൻ കഥയിലൂടെ ഈ പ്രസന്റേഷൻ നടത്തിയത്, തെറപ്യൂട്ടിക് സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ളത്. ഇപ്പൊ എൻ്റെ അടുത്ത് കോൺഫറൻസിന്, ഞങ്ങളുടെ ചെമ്മാച്ചന്മാര് കോൺഫറൻസിന് വരും. അപ്പൊ ആ കോൺഫറൻസ് ഇപ്പൊ ഞാൻ പുതിയ രൂപത്തില് കഥയിലൂടെയാണ് കോൺഫറൻസ് നടത്തുന്നത്. അപ്പൊ നമ്മുടെ എല്ലാ രംഗത്തും കഥകളിലൂടെ നമുക്ക് ആശയങ്ങൾ അവതരിപ്പിച്ചാൽ അത് മനുഷ്യ മനസ്സിന്റെ ഉള്ളിൽ തങ്ങും. തീർച്ചയായിട്ടും ഋഷിവര്യന്മാരും അങ്ങനെ ചെയ്തത്. അതെ, കഥകളിലൂടെയാണ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് കഥാപാത്രങ്ങളും ആ കഥാപാത്രങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയൂലോ, അതായത് ഇമോഷൻസ് ആണ് നമ്മുടെ ലേണിംഗിലേക്കുള്ള പാത്വേ. അതിന് തീർച്ചയായിട്ടും സ്റ്റോറി ടെല്ലിംഗ് ഹെൽപ്സ്. അതുകൊണ്ടാണല്ലോ പണ്ട് കാലത്തൊക്കെ പേരൻസ് ഉറങ്ങാൻ നേരത്ത് കഥ പറഞ്ഞല്ലേ ഓർക്കിയിരുന്നത്. കഥ പറഞ്ഞു കൊടുക്കും. അവര് നല്ല നല്ല കഥകള് പറഞ്ഞ് പഠിച്ചു വെക്കും. അതാണ് പേരൻസിന്റെ ഹോംവർക്ക്. അപ്പൊ നൈറ്റ് റിച്വലില് ഒരു കഥ ഉൾപ്പെടുത്തും. ആ കഥയില് ഒരെണ്ണം ഇതല്ലേ, പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു, ഒരു തള്ളയാടും കുഞ്ഞാടും ഉണ്ടായിരുന്നു. തള്ളയാട് കുഞ്ഞാടിനോട് പറയുമായിരുന്നു, മോളെ, രാത്രിയായി കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടിൽ നിന്നും എന്നോട് ചോദിക്കാതെ പുറത്തു പോകരുതെന്ന്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കുഞ്ഞാട് വിചാരിച്ചു, പിന്നെ അമ്മയ്ക്കല്ലേ എല്ലാം അറിയാവുന്നേ, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു. നായ പിടിച്ചു, കുഞ്ഞാട് ചത്തുപോയി. മോളെ, അച്ഛനും അമ്മയും പറയുന്നത് എനിക്ക് അനുസരിക്കുന്നത് മോൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, മോന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്ന് പറഞ്ഞ് അവരങ്ങ് ഉറങ്ങിപ്പോകും. അപ്പൊ അവരുടെ അൺകോൺഷ്യസ് മനസ്സിൽ എൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് നല്ല കാര്യങ്ങളാണെന്നും അത് കഥയല്ലെന്നും അത് സത്യങ്ങളാണ്, ജീവസത്യങ്ങളാണെന്നൊക്കെ അവരുടെ മനസ്സിൽ കൊള്ളും. ആ ചെറു മനസ്സിൽ കയറുന്നത് നിത്യസത്യമായിട്ട് അവരുടെ മനസ്സിൽ കൊണ്ടു നടക്കും. ഇടയ്ക്ക് ഒരു റിബല്യസ് സ്റ്റേജ് ഉണ്ട്. അന്നേരം നിങ്ങളൊക്കെ ചീത്തന്തരം പറഞ്ഞാലും ആ റിബല്യസ് സ്റ്റേജ് കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെയൊക്കെ പൂർണ്ണകായ പ്രതിമ വീടിന്റെ മുമ്പിൽ വെക്കും. മനസ്സിൽ തന്നെയെങ്കിലും വെക്കും. മനസ്സിലുണ്ടാവും. വീടിന്റെ മുറ്റത്ത് ഒരെണ്ണം പണിത് വെക്കും. പിന്നെ ഈ പുലി വന്നെ എന്ന് പറഞ്ഞ കഥ പറയായിരുന്നു. അതെ. എല്ലാ ദിവസവും അച്ഛന്റെ തന്നെ എന്താണ് ടോക്ക് കിട്ടാൻ വഴിയുണ്ടോ? അത്രയ്ക്കും വളരെ എനിക്ക് തോന്നുന്നു അച്ഛനെ നിങ്ങൾ ഇങ്ങനെയാക്കല്ലേ, മെന്റൽ ഇതിലേക്ക് ആക്കല്ലേ. എല്ലാ ദിവസവും 8 മുതൽ 9 വരെ അച്ഛൻ. ആലിസ് മാം, കടലിലെ ഒരു തുള്ളി മാത്രമേ ആയിട്ടുള്ളൂ. അച്ഛനെന്ന വലിയൊരു എന്താ പറയാ, ആ ഒരു മഹാസാഗരത്തിൽ നിന്നൊരു ചെറിയ തുള്ളി മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഞങ്ങൾക്ക്. പതുക്കെ ഊറ്റി കുടിക്കാം. അച്ഛനും ഒരുപാട്
ഈ അച്ഛൻ ഞാൻ പറഞ്ഞ മോളിൽ ഞാൻ അച്ഛനെ കാണാൻ വരുന്നുണ്ട്. ഇനി ഈ വെബിനാറിന്റെ മുഴുവനും ഒരു നക്ഷലാക്കി അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു. അവസാനത്തെ ഉഷ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ അത് തന്നെയാ, നമ്മളെ തന്നെ ഒന്ന് മുക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക എന്നുള്ളത്. അതാണ് അതെ, ഏറ്റവും അതാണ് വലിയ ഒരു ഏറ്റവും പ്രധാനം. ആറ്റിറ്റ്യൂഡ്. അതെ, ഈ 6 വെബിനാറിലും പങ്കെടുക്കുമ്പോൾ അതെ. മറ്റുള്ളവരെ തിരുത്താനും ശരിയാക്കാനും എന്നുള്ള ആ ചിന്ത മാറ്റിയിട്ട് ഈ ടോപ്പിക്കിന്റെ അർത്ഥം തന്നെ ടൈം ടു പ്രയോറിറ്റൈസ് മെന്റൽ ഹെൽത്ത്, ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യണമെന്നാ പറയണത്. അപ്പോ എന്നില് എങ്ങനെയൊക്കെ എന്ന് ചിന്തിച്ചാൽ നമ്മൾ കാണാത്ത ചെറിയ ചില കോണുകൾ ജീവിതത്തിൽ കിടപ്പുണ്ടാവും. അവിടെ നിന്നായിരിക്കും ചിലപ്പോൾ ചീച്ചൽ മണം വരുന്നതോ, അല്ലെങ്കിൽ അവിടെ തട്ടിക്കിടന്ന ഇരുമ്പ് കഷ്ണം കൊണ്ടായിരിക്കും നമ്മൾ തട്ടി മുറിഞ്ഞ് ടെറ്റനസായി മരിച്ചു പോണതൊക്കെ. അപ്പൊ അതൊക്കെ ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, വലിയ കാര്യങ്ങളൊന്നുമല്ല. അതൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമല്ലേ നമ്മുടെ ഒരു ജീവിതമല്ലേ, നമ്മുടെ ഒരു ജീവിതമല്ല, നമ്മുടെ കുടുംബത്തിന്റെ ജീവിതം, നമ്മുടെ കുടുംബത്തിന്റെ ജീവിതമല്ല, നമ്മുടെ സൊസൈറ്റിയുടെ ജീവിതം. ഇതൊക്കെ നമ്മൾ ഒരാളിൽ വരുന്ന ഓരോ ചെറിയ വ്യതിയാനങ്ങളും, നല്ലതായാലും മോശമായാലും, അത് സൊസൈറ്റിയെ ബാധിക്കുന്നുണ്ട്, കുടുംബത്തെ ബാധിക്കുന്നുണ്ട്, റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നുണ്ട്, വീട്ടിലെ ബന്ധങ്ങള്, നാട്ടിലെ ബന്ധങ്ങളൊക്കെ ബാധിക്കുന്നുണ്ട്. ഈ 90 പേരോളം ഒന്ന് കയറി. അപ്പൊ അവരുടെ കുടുംബവും അവരുടെ ചുറ്റുമുള്ളവരും അവർ തന്നെയെങ്കിലും ഒന്ന് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനം ഐഡന്റിഫൈ, ഈ സിംറ്റംസ് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. അതിൽ പറഞ്ഞത് എനിക്ക് ഏറ്റവും കൂടുതൽ അതാണ്. പലരും ഈ പറയുമ്പോഴും എന്തെങ്കിലും പറയുമ്പോഴും രാത്രി ഉറക്കില്ല പറയുമ്പോ അതൊന്നും സാരമില്ല, അതൊക്കെ എന്തായാലും അങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ല, അങ്ങനെ ഒരു ഇതൊന്നും ഏതിന്റെ ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ആണ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു, അല്ലെ? ഈ സിംറ്റംസ് ആർക്കും അങ്ങോട്ട് ഇതൊരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ആണ് എന്നുള്ളത് ആരും അത് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു, ഉൾക്കൊള്ളുന്നില്ലെന്ന് തോന്നുന്നു. അതെ, അതായത് ഒരു ജീവികളും അവരുടെ സ്ലീപ്പ് കോംപ്രമൈസ് ചെയ്യുന്നില്ല എന്നാ പറയുന്നത്. അത് ചെയ്യുന്ന മനുഷ്യര് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണല്ലോ നേച്ചർ, അങ്ങനെയാണല്ലോ. രാത്രി ഇരുട്ടല്ലേ, ഒരു ആനിമൽസ് ആണല്ലോ. ഈ ലൈറ്റ് വന്നോട് കൂടിയല്ലേ രാത്രിയും പകലും ഒക്കെ ഒരുപോലെ ആയത്. തീർച്ചയായിട്ടും റിതം, രാത്രി കിടക്കുക, പകൽ. അത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. നോർത്ത് ഇന്ത്യയിലായിട്ട് ഏതോ ഒരു ഗ്രാമം ഉണ്ടല്ലോ, സന്ധ്യ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഒരു ലൈറ്റ് ഇല്ല അവിടെ. സന്ധ്യയായ ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, രാവിലെ 4 മണിക്ക് 5 മണിക്ക് എണീറ്റ് പാടത്ത് പോവുക. അങ്ങനത്തെ നോർത്ത് ഇന്ത്യയില് ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ ഒരു മാസം താമസിച്ചു. ആ ഗ്രാമത്തിന്റെ നടുക്ക് ഒരു മുറി വാടകയ്ക്ക് എടുത്ത് വേറൊരു അച്ഛനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കണ്ടതാണ്, 6 മണിയായി കഴിയുമ്പോൾ തൊട്ടടുത്തുള്ള ഗ്രാമത്തിലെ വില്ലേജിലെ ആൾക്കാര് 6 മണിയായി കഴിഞ്ഞാൽ അവര് കട്ടില് ചപ്പാത്തിയും ഡാലും, എന്നും അത് മാത്രമേ ഉള്ളൂ. ചപ്പാത്തിയും ഡാലുമാണ് എന്നും, രാവിലെയും വൈകിട്ടും എന്നും അത് മാത്രമേ ഉള്ളൂ. വൈകിട്ട് ചപ്പാത്തിയും ഡാലും കഴിച്ച് ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചിട്ട് അവരവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങും. പിന്നെ സൂര്യൻ ഉദിക്കുമ്പോൾ അവർ എഴുന്നേൽക്കുന്നത്. പ്രകൃതി ഋതത്തോടു കൂടി ജീവിക്കുന്ന ഗ്രാമീണ മനുഷ്യര്. അച്ഛാ, ഇവിടെ മെന്റൽ ഹെൽത്തില് ടൈപ്പ് എ മാത്രമായിട്ടുള്ളൂ, ടൈപ്പ് ബി ഇപ്പോഴും പുറത്ത് നിൽക്കണം കേട്ടോ. ടൈപ്പ് ബി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി ഉള്ളതാണേ. ഉദാഹരണത്തിന് അവര് സെൽഫ് കോൺഫിഡൻ്റ് ഉള്ളവരാണ്, ഐഡിയ പേഴ്സൺസ് ആണ്, ഡ്രീമറാണ്, ഇന്നോവേറ്റീവ് ആണ്, ഇൻറ്റ്യൂഷൻ ഉള്ളവരാണ്. അത് 2 എക്സ്ട്രീമിലേക്ക് പോകാതിരുന്നാൽ മതി. അവരുടെ ഗുണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ദോഷം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അസൈൻമെന്റ്സ് കൃത്യസമയത്ത് വെച്ചൊന്നും വരില്ല. എൻ്റെ ആരോഗ്യത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നു, ഉറക്കം കഴിഞ്ഞിട്ട് ചെയ്യാവുന്ന ഞാൻ ചെയ്യുള്ളൂ. അങ്ങനെ എക്സ്ട്രീമിലേക്ക് പോകാതിരുന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ ടൈപ്പ് ബി നല്ലതാണ്. അതുപോലെ തന്നെ ഈ ടൈപ്പ് എ എക്സ്ട്രീമിലേക്ക് പോകാതിരുന്നാൽ മതി. ഇത്രയും ദിവസം ഉറക്കമില്ലാതെ വന്നു എന്ന് പറയുന്നത് എക്സ്ട്രീമാണ്. ഇത്രയും ദിവസവും ഭക്ഷണം കഴിക്കാതിരുന്നു എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമാണ്. 45 ദിവസമായിട്ട് ഉറങ്ങിയില്ല എന്ന് പറയുന്നത് എക്സ്ട്രീമാണ്. അതിലേക്ക് പോയി കഴിഞ്ഞാൽ
സിംറ്റംസ് ആയി. പിന്നെ നമ്മൾ മെഡിക്കൽ സപ്പോർട്ട് സ്വീകരിക്കണം. മെഡിക്കൽ സപ്പോർട്ട് സ്വീകരിക്കാൻ മടിക്കരുത്. അത് പേരൻസ് ആയാലും. ഏറ്റവും കൂടുതൽ മെഡിസിനെ ഭയപ്പെടുന്നത് 1 ഡോക്ടേഴ്സ്, 2 നേഴ്സുമാർ, 3 അച്ഛന്മാർ, 4 പഠിപ്പുള്ളവർ. ഇവരൊക്കെയാണ് ഇതിൻ്റെ വിക്ടിംസായി പോകുന്നത്. അവർ പറയും ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാം, അതിനെക്കുറിച്ച് അറിയാം, അത് ഇന്നതല്ലേ. ഞാൻ ഗൂഗിളിൽ നോക്കി, ഏത് മെഡിസിനും ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ 150 സൈഡ് ഇഫക്ട്സ് കാണും. അത് കമ്പനിയുടെ സേഫ്റ്റി ചെയ്തിരിക്കുന്നതാ. അത് 1500 ഒരു ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്നതാണെങ്കിൽ അവർ സൈഡ് ഇഫക്റ്റ് ആയിട്ട് അതിൽ എഴുതി വയ്ക്കും. അങ്ങനെ അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണം പോലും, ഒരു മെഡിസിൻ പോലും കഴിക്കാൻ പറ്റില്ല. നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുന്നു. സഹിച്ചു കഴിഞ്ഞിട്ട് അവസാനം ഇതുപോലെ ഉള്ള അവസാനങ്ങൾ വരും. അപ്പോ ഇനോഗ്രൽ സെഷൻ തന്നെ എല്ലാവർക്കും ഒരുപാടധികം ഇൻസൈറ്റ് കിട്ടി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. താങ്ക് യു. അതെ, എന്ന് വെച്ച് കഴിഞ്ഞാല് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആലിസ് മാഡം അത് സൂചിപ്പിച്ചു. കാരണം 91, 92 വരെ എത്തിയ ആൾക്കാര് ഇത്രയും വീടുകളിലേക്ക് നമ്മൾ ഓരോരുത്തരിലൂടെ ഇൻസൈറ്റ് എത്തുകയും അവരെ മാറ്റാതെ നമ്മളിൽ ഒരു മാറ്റം വരുത്തുകയും നമ്മുടെ മാറ്റം അവർക്കൊരു ഇൻസ്പിറേഷൻ ആവാനും ഇതിലെ ഓരോരുത്തരും ശ്രമിക്കണം എന്ന ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് അവർ ഹെൽത്ത് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. തുടർന്നും നമുക്ക് നാളെ അടുത്തൊരു എമിനന്റ് സ്പീക്കറുമായിട്ട് മീഡിയ ആൻഡ് മെന്റൽ ഹെൽത്ത്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ഇപ്പൊ സാറ് സൂചിപ്പിച്ചു ജോലിക്കോ ജീവിതം എന്ന് മനോരമയിലെ ഒരു പങ്ക്തി. മനോരമയിലെ ആ പങ്ക്തി ഹെഡ് ചെയ്യുന്ന, എഡിറ്റ് ചെയ്യുന്ന സബ് എഡിറ്റർ ആണ് നമ്മളുമായിട്ട് ജോയിൻ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു, പഠിപ്പുര എന്ന് പറയുന്ന ഒരു ഭാഗത്തില് ഹ്യൂമൻ അനാറ്റമിയെ കുറിച്ചൊരു 26 ഡേയ്സിന്റെ ഒരു സീരീസ് ചെയ്തിരുന്നു. അപ്പൊ ഇതിന്റെ എല്ലാം സബ് എഡിറ്റർ ആണ്. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും പങ്കെടുത്ത് ഈ ഒരു സീരീസിൽ നിന്ന് മാക്സിമം ഇൻസൈറ്റ് ഉൾക്കൊണ്ട് നമ്മളിൽ ഓരോരുത്തരിലും ഒരു മാറ്റം വരുത്തി മുന്നോട്ട് പോകാം. നൗ ഓവർ ടു ആലിസ് മാം ഫോർ ദ കൺക്ലൂഷൻ. താങ്ക് യു ഉഷ, താങ്ക് യു അച്ഛ. അച്ഛന് താങ്ക്സ് പറയേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും എല്ലാവരുടെയും പേരിൽ ഒന്നും കൂടി താങ്ക്സ് പറയാണ്. അച്ഛൻ പറ്റിയെങ്കിൽ നാളെയും കുറച്ചു നേരമൊക്കെ ഒന്ന് കയറുക. അച്ഛൻ്റെ ആ റുട്ടീനൊക്കെ എനിക്ക് അറിയാൻ പറ്റില്ല എന്നുള്ളത്, പക്ഷെ ഇന്നിപ്പോ അച്ഛൻ പ്രയറും അതുപോലെ ഫുഡും എല്ലാം വേറെ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടാണ് അച്ഛൻ ഇന്ന് കയറിയിരിക്കുന്നത്. എന്നാലും പറ്റണ ദിവസങ്ങളിലൊക്കെ ഒന്ന് കുറച്ചു നേരമെങ്കിലും ഒരു 8:30 ഒരു 9 മുതലോ എന്തെങ്കിലും എല്ലാ ദിവസവും ഒന്ന് കയറുക അച്ഛൻ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഇത്രയും നല്ല രീതിയിൽ ഈ സ്റ്റോറി ടെല്ലിങ്ങിൽ കൂടെ ഈ കഥയിലേക്ക് കൂടെ പറഞ്ഞു തന്ന അച്ഛന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച് അച്ഛൻ. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു അച്ഛാ. താങ്ക് യു.